നമസ്തേ. നമസ്തേ. കഴിഞ്ഞ അധ്യായം 4-ാമത്തെ അധ്യായത്തില് നന്മയുള്ള ലോകം എന്നുള്ള ഒരു ഇതില് ബേസ് ചെയ്താണ് നമ്മൾ പോയത്. തുടർന്നോളൂ ഇനി. അപ്പൊ ഞാൻ ഈ മറ്റ് ദേവതകളൊക്കെ ഉണ്ടോന്ന് അറിയാനുള്ള നമുക്ക് ഈ പലരും പറയണ ഏകദൈവം എന്നാണല്ലോ ആൾക്കാർ പറയണത്. അപ്പൊ ഈ പല ദൈവങ്ങൾ ഉണ്ടോന്നുള്ള ഉറപ്പ് വരുത്താൻ വേണ്ടി ഞാൻ എന്ത് ചെയ്തു, ഒരു മുറി പ്ലൈവുഡിന് ഉണ്ടാക്കി, ചെറിയൊരു മുറി. എനിക്ക് അതിൻ്റെ ഉള്ളിൽ ചമ്ര പണിഞ്ഞിരിക്കാൻ മാത്രമേ പറ്റുള്ളൂ. 11 ദിവസം ഞാൻ പൂജ ചെയ്യും. ഈ 11 ദിവസം ഈ പർട്ടിക്കുലർ ദേവതകൾ അവിടെ പ്രത്യക്ഷപ്പെടണം. അങ്ങനെ ഞാനൊരു കണ്ടീഷൻ വെച്ചു. എന്നിട്ട് ഞാൻ ഗണപതി, ശിവൻ, നാരായണൻ, ദേവി, മുരുകൻ ഇങ്ങനെ 5 പേരെ വിളിച്ചു വരുത്തി ഞാൻ പൂജ ചെയ്ത് അവർക്ക് പഞ്ചാര, 1 ടീസ്പൂൺ പഞ്ചാര 5 ആൾക്കും ഇങ്ങനെ വെച്ചു, നൈവേദ്യം വെച്ചു. നൈവേദ്യം വെച്ച് ഞാൻ അവിടെ ഇരുന്ന് നാമം ചൊല്ലി. അപ്പൊ ഇതിൻ്റെ ഉള്ളിൽ ഭയങ്കര ചൂടാണ്, ചെറിയ മുറിയാണേ. ഈ എന്റെ ഒരു ഇതനുസരിച്ച് ദൈവങ്ങൾക്ക് ഈ മുറിയിലുള്ള ദൈവങ്ങൾ എല്ലായിടത്തും ഉണ്ടെന്നാ പറയാ. പക്ഷെ എൻ്റെ ഒരു ഇതില് ദൈവങ്ങൾ ഈ മുറിയിൽ പ്രവേശിക്കാൻ പറ്റരുതെന്നുള്ള രീതിയിലാണ് ഇത് മുഴുവൻ അടച്ചു പൂട്ടി കെട്ടിയത്. അങ്ങനെയാണ് ഞാൻ അതിൻ്റെ ഉള്ളിൽ പൂജ ചെയ്യണത്. അങ്ങനെ പൂജ ചെയ്ത് ഞാനിങ്ങനെ നാമം ചൊല്ലിക്കൊണ്ടിരിക്കുമ്പോൾ ഞാൻ നോക്കണു, ഇതിൻ്റെ ഉള്ളിൽ ഓരോ പഞ്ചാരയിലും ഓരോ കളർ ഉറുമ്പുകൾ വന്നിങ്ങനെ നിറയണു. പെട്ടെന്ന് ഇവിടെ നിറയണം. കാരണം ഇത് സീൽഡാണ് ഈ മുറി. അപ്പൊ ഒന്നില് കറുത്ത, ഒന്നില് ചുവപ്പ്, ഒന്നില് വേറെ ഒരു തരം മഞ്ഞ കളറുള്ള, അങ്ങനെ 5 എണ്ണത്തില് 5 തരം ഉറുമ്പുകൾ ചെറുതൊന്ന് ഫുൾ പഞ്ചാരേനെ മൂടി. അങ്ങനെ അത് കഴിച്ചു പഞ്ചാര. അപ്പൊ ആദ്യത്തെ ദിവസം അത് സക്സസ്. 2ാമത്തെ ദിവസം ഞാൻ അങ്ങനെ ചെയ്തു. 2ാമത്തെ ദിവസം ഇത് വന്നു, കഴിച്ചു പോയി. 3ാമത്തെ ദിവസം വന്നു, കഴിച്ചു പോയി. 4ാമത്തെ ദിവസം വന്നപ്പോ എനിക്കൊരു സംശയം, ഇത് ദൈവങ്ങൾ തന്നെയാണോ അതോ ഇത് എന്റെ തോന്നലാണോ, കൺകെട്ട് വിദ്യയാണോ എന്നൊരു തോന്നല്. ആ തോന്നലിന്റെ പുറത്ത് ഞാൻ എന്ത് ചെയ്തു, ഇത് കർപ്പൂരം ഒഴിയണതിന് മുമ്പ് ഇത് ശരിയാണോ നോക്കാൻ അതിൽ ഒരെണ്ണത്തിൽ ഇങ്ങനെ വിരല് ചെറുതായിട്ട് ഇങ്ങനെ മുട്ടിച്ചു. ആ സെക്കൻഡിൽ ഇതെല്ലാം അങ്ങോട്ട് ഓടിപ്പോയി. പിന്നെ ഒരൊറ്റ ദിവസം വന്നില്ല. ഞാൻ മാപ്പൊക്കെ പറഞ്ഞിട്ടും ഒറ്റ ആള് വന്നില്ല. അങ്ങനെ അത് എന്റെ ആ ദേവതകളെല്ലാം മാഞ്ഞുപോയി. 4 ദിവസമേ പറ്റുള്ളൂ. 11 ദിവസം വിചാരിച്ചിരുന്നു. പക്ഷെ 4ാം ദിവസം എല്ലാം മാഞ്ഞുപോയി. അപ്പൊ അതിൽ നിന്ന് എനിക്ക് മനസ്സിലായി, ഈ ഓരോ ദേവതകളും ഉണ്ട്, ഓരോ എനർജികളുണ്ട്. അതിനെ വേണ്ട രീതിയിൽ നമ്മൾ മാനിച്ചില്ലെങ്കിൽ അവര് നമ്മളോട് പിണങ്ങും. അങ്ങനെയാണ് ആ സംഭവം ഉണ്ടായത്. അതിനുശേഷം ഞങ്ങളിങ്ങനെ എൻ്റെ അച്ഛനും ഞാൻ ഓരോ ഗുരുക്കന്മാരെ കാണാൻ പോകും. അങ്ങനെ ഒരു ഗുരുവിനെ കാണാൻ പോയപ്പോ അയാൾ എനിക്കൊരു മന്ത്രം തന്നു. അയാൾ പറഞ്ഞു, ഇത് ഒരു ലിംഗത്തിൽ നിന്ന്, ഒരു പ്രതിമയെന്ന് മറ്റൊരു പ്രതിമയിലേക്ക് ആവാഹിക്കാൻ പറ്റൂ ഈ മന്ത്രം ഉപയോഗിച്ച്. ഞാൻ പറഞ്ഞു, എനിക്കിതുകൊണ്ട് എന്ത് ചെയ്യാനാ, ഞാൻ ആരാ ആവാഹിക്കാനാ, എനിക്ക് അതിന്റെ ആവശ്യമില്ലല്ലോ, നിങ്ങൾക്ക് ഇത് പ്രയോജനപ്പെടുന്നു പറഞ്ഞു അയാള്. അപ്പൊ അങ്ങനെ ഞാൻ വിചാരിച്ചു, എന്നാ ഒന്ന് പരീക്ഷിച്ചേക്കാം. അപ്പൊ ഞാൻ ഈ മോറിയ ഗോസാവി അമ്പലം, അത് ഗണപതി അമ്പലമാണ്. പക്ഷെ അവിടെ 2 ശിവന്റെ ചെറിയ ചെറിയ ക്ഷേത്രങ്ങളുണ്ട്. അത് ഒരു ക്ഷേത്രത്തില് അവര് അവിടെ നാടകവും പരിപാടിയൊക്കെ ഇടയ്ക്കിടയ്ക്ക് നടക്കും. അതിന്റെ ഈ ഇത് ഹോർഡിങ്സും അതും ഇതൊക്കെ ഈ ശ്രീകോവിലിന്റെ ഉള്ളിൽ കൊണ്ട് നിറച്ചു വെക്കും ഇവര്. അങ്ങനെ ഇത് വൃത്തികേടാക്കും ആ ശ്രീകോവിലിനെ, ശിവന്റെ. അപ്പൊ ഞാൻ എന്ത് പറഞ്ഞു ശിവനോട്, എൻ്റെ ഒരു ശിവലിംഗം ഇവിടെ ഇരിക്കുന്നുണ്ട്, ആ ശിവലിംഗം കൊണ്ടുപോയി ഞാൻ ഭഗവാനോട് പറഞ്ഞു, ഭഗവാനെ ഞാൻ രുദ്രാഭിഷേകം ചെയ്യും, അത് കഴിഞ്ഞ് ഇങ്ങോട്ട് വിളിക്കുക, അപ്പൊ ഇതിലേക്ക് വന്നോളാം. അങ്ങനെ ഞാൻ ആ മൗര്യ ഗോസാവിയുടെ അടുത്ത ശിവനെ ഈ എൻ്റെ ശിവലിംഗത്തിലേക്ക് വലിക്കാൻ വേണ്ടിയിട്ട് ഞാൻ അവിടെ ഇരുന്നിട്ട് ഭജിച്ചു. പിന്നെ ഈ രുദ്രവും ചമവും ഒക്കെ പാടി അഭിഷേകം ചെയ്ത് എല്ലാം കഴിഞ്ഞിട്ട് ഈ മന്ത്രങ്ങൾ പ്രയോഗിക്കാൻ അടുത്തതും പെട്ടെന്ന് 6 അടി ഉയരമുള്ള ഒരാൾ, വളരെ ഐശ്വര്യമുള്ള ഒരാൾ അവിടെ പ്രത്യക്ഷപ്പെട്ട ഒപ്പം കഴിഞ്ഞു. ഞാൻ ശരിക്കും പേടിച്ചുപോയി. അയാൾ അവിടുത്തെ തന്ത്രിയായിരുന്നു. തന്ത്രി ശരിക്കും അവിടുന്ന് 1 കിലോമീറ്റർ അപ്പുറത്ത് അയാൾ താമസിക്കണത്. അയാൾ എങ്ങനെ അവിടെ പ്രത്യക്ഷപ്പെട്ടു എന്ന് എനിക്കറിയില്ല. അയാൾ എന്നെ കണ്ണുരുട്ടി ഭയാനകമായ രീതിയിൽ നോക്കി. എനിക്ക് അവിടെ തല്ലിട്ടായിരുന്നു അവിടെ ആൾക്കാരെ. എന്താണ് അവിടെ ചെയ്യാൻ ഉദ്ദേശിച്ചത്? എന്താണ് അവിടെ ഈ ആവാഹന മന്ത്രം ഉപയോഗിച്ച് അവിടെ ഇരിക്കുന്ന ശിവലിംഗത്തിലുള്ള ശിവനെ എൻ്റെ ശിവലിംഗത്തിലേക്ക് ആവാഹിച്ചെടുക്കാനാണ് ഞാൻ നോക്കിയത്. അതിനുവേണ്ടി ഈ ആവാഹന മന്ത്രം പറയാൻ
അതുകൊണ്ട് വായ തുറന്നില്ല. ആ സെക്കൻഡിലാണ് അയാൾ നല്ല ഐശ്വര്യമുള്ള ആളാണേ, 6 അടി ഉയരമുള്ള നല്ല വെളുത്ത് നല്ല ഭംഗിയുള്ള ആളാ. അയാള് പ്രത്യക്ഷപ്പെട്ട് അയാൾ അവിടെ വന്നു എന്നെ അയാൾക്ക് മനസ്സിലായി. എനിക്ക് വേണം ശിവൻ അയാളോട് പറഞ്ഞു, എന്നെ ഒരാൾ വന്ന് എടുത്തോണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു. അയാൾ എന്നെ കണ്ണുരുട്ടി ഭയാനകമായ രീതിയിൽ നോക്കി. ഞാൻ അതോടുകൂടി വേണ്ടെന്ന് വെച്ചു പരിപാടി, എടുത്തില്ല. ഞാൻ അവിടുന്ന് അപ്പൊ തന്നെ തിരിച്ച് പുറത്തിറങ്ങി പോന്നു. പക്ഷെ അത് കഴിഞ്ഞപ്പോ അവിടെ എന്ത് സംഭവിച്ചു എന്ന് വെച്ചാൽ ഈ ഹോർഡിങ്സ് എല്ലാം എടുത്ത് ക്ലീൻ ആക്കി. അവിടെ ഇപ്പൊ ദിവസം നിത്യപൂജയുണ്ട്. അത് കഴിഞ്ഞാൽ അമ്പലം അടച്ചു വെക്കിയവര്, ആരും കയറാൻ സമ്മതിക്കില്ല. അങ്ങനെയായി മാറി ഇപ്പൊ അവിടെ. അപ്പൊ ആ മന്ത്രത്തിന്റെ ശക്തിയും ഈ പ്രതിമയില് ദൈവം ഇല്ല എന്നാണ് പല ആൾക്കാർ. ഇത് ഞാൻ പ്രയോഗിക്കുന്നതിന് തൊട്ട് മുമ്പ് ഞാൻ നാട്ടിലേക്ക് വന്നിരുന്നു. നാട്ടിൽ വന്നപ്പോ എന്റെ ഒരു സുഹൃത്ത് പറഞ്ഞു, കിഷോറെ ഞാൻ ഒരു കുടം കള്ള് ഓർഡർ ചെയ്തിട്ടുണ്ട്, നമുക്കിരുന്ന് കുടിക്കാം. അപ്പൊ ഞാൻ വിചാരിച്ചു ഇത്രയും സ്പിരിച്വലായ ഞാൻ കള്ള് കുടിച്ച് വേസ്റ്റായി. അവിടുത്തെ അപ്പൊ ഞങ്ങള് ഫ്ലാറ്റിലാണ് താമസിക്കുന്നത്. ഈ ഫ്ലാറ്റിലെ ആൾക്കാരൊക്കെ അറിയുമ്പോ എനിക്ക് ക്ഷേമാവും, എന്റെ അച്ഛനൊക്കെ അറിയൂലേ. അതുകൊണ്ട് അതും വേണ്ട എന്ന് വെച്ചാൽ ഞാൻ എൻ്റെ ഒരു സുഹൃത്തൻ എന്നോട് പറഞ്ഞിരുന്നു, നമ്മുടെ പോട്ട ധ്യാന കേന്ദ്രത്തിൽ മുരിങ്ങൂരാണ് ചാലക്കുടിയിൽ, അവിടെ പോവാന്ന് പറഞ്ഞിരുന്നു. ഞാൻ അങ്ങേരോട് പറഞ്ഞു ശരി നമുക്ക് അങ്ങോട്ട് പോവാം. അപ്പൊ അങ്ങേർക്ക് എന്നെ കൊണ്ടുപോയി മുരിങ്ങൂര് അങ്ങനെ വിട്ടു. പക്ഷെ അങ്ങേർക്ക് വരാൻ സാധിച്ചില്ല, കാരണം അങ്ങേരെ വീട്ടിലാരോ മരിച്ചു. എന്തിനാ മുരിങ്ങൂര് പോട്ടയിൽ കൊണ്ടുവിടുന്നത്? മദ്യപാനി അല്ലല്ലോ, സ്പിരിച്വൽ ആണ്. ഞാൻ മദ്യപാനിയല്ല. ഞാൻ അവിടെ പല അതിശയങ്ങൾ നടക്കുന്നുണ്ടെന്ന് പല ആൾക്കാർ പറഞ്ഞു എന്നോടെ. അപ്പൊ എന്ത് അതിശയാന്ന് കാണാൻ വേണ്ടി ഞാൻ അവിടെ ഓംനമഃശിവായ പറഞ്ഞ കുത്തിയിരുന്ന, പക്ഷെ അവിടുത്തെ കാര്യങ്ങളൊക്കെ കേട്ടോണ്ട കുത്തിയിരുന്നത്. അപ്പൊ അവിടുത്തെ കാര്യങ്ങളിൽ അവര് പറയുണ്ടായിരുന്നു ഈ പ്രതിമയില് ഒരു ദൈവവും ഇല്ല, ദൈവം എന്ന് പറഞ്ഞാൽ അരൂപിയാണ്. അത് ഇതെല്ലാം നിറഞ്ഞു നിൽക്കണ, പ്രപഞ്ചം നിറഞ്ഞു നിൽക്കുന്ന ശക്തിയാണ്. അതിന് രൂപമില്ല. രൂപമുണ്ടെങ്കിൽ ഓരോ ദൈവത്തിനെ നമുക്ക് കാണാൻ പറ്റുമല്ലോ. ഇപ്പൊ താങ്കൾക്ക് രൂപമുള്ളതാണ് ഞാൻ താങ്കളെ കാണുന്നത് എന്ന് അവര് പറഞ്ഞു. അപ്പൊ അതൊക്കെ കേട്ടിരുന്നിട്ടാണ് ഞാൻ പിന്നെ ഒരാഴ്ചത്തെ ധ്യാനം കഴിഞ്ഞ് വന്നിട്ടാണ് ഈ പരിപാടി ചെയ്ത്. അപ്പൊ ഞാൻ പറയാൻ ശ്രമിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ ഓരോ പ്രതിമയിലും ദൈവമുണ്ട്, ഭഗവാന്റെ പവർ ഉണ്ട്, അതിൻ്റെ ഉള്ളിൽ ഭയാനകമായ പവർ ഉണ്ട്. അതുകൊണ്ടാണ് ഭഗവാനെ ആവാഹിക്കാൻ ശ്രമിച്ചപ്പോൾ ആ ആൾ അവിടെ പ്രത്യക്ഷപ്പെട്ട്, ആ തന്ത്രി. അപ്പൊ അങ്ങനെ ഒരു തടി കേടാവാണ്ട് അവിടുന്ന് പോന്നു. പിന്നെ അപ്പൊ അതാണ് എന്റെ അടുത്ത ഒരു ഇത്. പിന്നെ ഒരു ഇതെന്നാ വെച്ചാൽ എന്റെ അച്ഛൻ മരിക്കല അച്ഛൻ ആശുപത്രിക്ക് എടുക്കായിരുന്നു. അച്ഛൻ അത് ഞാൻ ഒരു 2-3 ടിപ്പ് ഉണ്ട് ഒന്നിന്റെ തന്നെ. അതെന്താ വെച്ചാ ഈ അച്ഛൻ ആശുപത്രിയിൽ ഡിസ്ചാർജ് ആവണ്. അങ്ങനെ ഡിസ്ചാർജ് ആവുമ്പോ അവര് ഒരു 3 മണിയായി എന്നോട് പറഞ്ഞപ്പോ 30,000 റുപ്പീസ് വേണമെന്ന് പറഞ്ഞു, പൈസ കൊടുക്കാനുള്ള ആശുപത്രിയിൽ. എന്റെ കയ്യിൽ ചെക്ക് അവരെടുക്കൂല. അപ്പൊ അച്ഛന്റെ സുഹൃത്തുണ്ടായിരുന്നു, അങ്ങേരെ കയ്യില് കാർഡ് ഉണ്ട്. അങ്ങേരെ പറഞ്ഞു കാർഡ് സ്വൈപ്പ് ചെയ്യാൻ 2 കാർഡ് ഉണ്ട്. അപ്പൊ ആ കാർഡ് അവരെ സ്വൈപ്പ് മെഷീനില് ആവില്ല, കാശെടുക്കാൻ പറ്റണില്ല. 2 ആവണില്ല, 2 കാർഡും. അങ്ങനെ ഞമ്മള് പറഞ്ഞു എന്നാ ATM ഇതിൻ്റെ ഉള്ളിൽ പോയിട്ട് എടുക്കാന്ന്. അങ്ങനെ കോർപ്പറേഷൻ ബാങ്കിന്റെ ഇത് അന്വേഷിച്ച കോർപ്പറേഷൻ ബാങ്കിന്റെ ആയിരുന്നു അത്. അവിടെ ചെന്നപ്പോ കോർപ്പറേഷൻ ബാങ്കിന്റെ ആ ATM കാശില്ല, അതുകൊണ്ട് എടുക്കാനും പറ്റില്ലല്ലോ, കാശില്ലല്ലോ. അങ്ങനെ ഞങ്ങൾ വിഷമിച്ച് ഇങ്ങനെ റോഡിൽ നിൽക്കുമ്പോ പെട്ടെന്നൊരു ഭിക്ഷക്കാരൻ വന്നൊരു കാശ് ചോദിച്ചു. അപ്പൊ ഞാൻ വേഗം എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്ന കുറച്ച് പൈസ എടുത്ത് അയാൾക്ക് കൊടുത്തു. ആ കൊടുത്തത് എന്റെ കണ്ണിന്റെ മുമ്പിൽ എന്തൊരു കൺകെട്ട് മാരെന്ന് ഞാൻ പറയുള്ളൂ. എനിക്ക് അച്ഛന് പരിചയമുള്ള ഒരു ജ്വല്ലറി, ആ ജ്വല്ലറി മുമ്പിലാണ് നിൽക്കണത്. പക്ഷെ ഞാൻ കാണുന്നില്ല എന്ന് മാത്രം. ഇയാൾക്ക് ഈ പൈസ കൊടുത്തത് ആ ജ്വല്ലറി എന്നെ കണ്ണിൽ പെട്ടു. വേഗം അവിടെ പോയി അയാൾ പറഞ്ഞ എത്ര പൈസ വേണമെങ്കിൽ തരാക്കി ഷോന്ന്. ഞാൻ അപ്പൊ തന്നെ ചെക്ക് എഴുതി കൊടുത്തു, ആ ക്യാഷ് വാങ്ങി. അച്ഛന്റെ ആ കാര്യം ഭംഗിയായി, അച്ഛനെ ഡിസ്ചാർജ് ചെയ്തെടുത്തു. ഇതേ അനുഭവം എനിക്ക് എന്റെ ബാങ്ക്, കോപ്പറേറ്റീവ് ബാങ്ക്, അത് പൊട്ടിക്കഴിഞ്ഞപ്പോ ആൾക്കാരെല്ലാം കൂടി ബാങ്കിലേക്ക് ഓടി. അങ്ങനെ ഞാൻ ബാങ്കിൽ ചെന്നപ്പോ ബാങ്ക് പറഞ്ഞു ഒരു ഫോം ഫില്ലപ്പ് ചെയ്യണം, അതിന് പാസ്ബുക്കും 2 ഫോട്ടോയും കൊണ്ട് വരാൻ പറഞ്ഞു. അങ്ങനെ ഞാനും ഭാര്യയും കൂടി വീട്ടിൽ വന്ന എല്ലാം എടുത്ത് ബാങ്കിലേക്ക് ഓടുക. അങ്ങനെ ബാങ്കിന്റെ അടുത്തേക്ക് എത്താറായപ്പോഴേക്കും ഒരു ഭിക്ഷക്കാരൻ വന്നിട്ട് പൈസ വേണം. വേഗം ഞാൻ അയാൾക്ക് പൈസ കൊടുത്തു.
പൈസ കൊടുത്ത് നേരെ ബാങ്കിലേക്ക് ചെന്നതും ബാങ്കിലത്തെ ഓഫീസർ എന്നോട് പറയാ, കിഷോറിന്റെ ഫോം ഞാൻ ഫില്ലപ്പ് ചെയ്ത് തരാം. അവിടെ ഒരുപാട് ആൾക്കാർ ഇന്ന് ഫില്ലപ്പ് ചെയ്യുന്നുണ്ട്. എന്റെ ഭാര്യയുടെ ഫോം അങ്ങനെ അപ്പൊ തന്നെ ഫില്ലപ്പ് ചെയ്ത് ക്ലിയർ ആക്കിട്ടോ. അപ്പൊ നമ്മള് സ്ഥലത്ത് പെട്ടെന്ന് ധൃതിയായിട്ട് പോകുമ്പോ നമ്മുടെ മുമ്പിൽ ഒരു ഭിക്ഷക്കാരൻ അങ്ങനെയുള്ള ആരെങ്കിലും വന്ന് പൈസ ചോദിച്ചാൽ അയാളുടെ ആ കൈ തട്ടി മാറ്റാൻ പാടില്ല. കാരണം അത് ദൈവമാണ്, ഭഗവാനാണ്. ഞാൻ ചോദിക്കണമെന്ന് വിചാരിച്ച ചോദ്യം അത് ഭഗവാനാണ്. ആ സമയത്ത് നമ്മൾ നമ്മളെ ഇത് നോക്കിയിട്ട് അയാളെ നീ പെടാന്ന് പറഞ്ഞിട്ട് നമ്മ മുമ്പോട്ട് പോയാൽ നമ്മുടെ കാര്യം നടക്കൂല. ഇത് നമ്മുടെ കാര്യം നടക്കാൻ വേണ്ടി ഭഗവാൻ വേഷം മാറി വരുന്നതാണ്. മനസ്സിലായോ? നമുക്ക് കിട്ടേണ്ട വലിയ ലക്ഷങ്ങളാണ്. ഈ ഒരാൾക്ക് കൊടുക്കാൻ 5-10 രൂപ കൊടുക്കണ എന്താ കുഴപ്പം? ഇതേ മാതിരി തന്നെ ഞാൻ ഒരു നാട്ടിലൊരു വീട് വാങ്ങിച്ചില്ലേ ഈ അടുത്ത കാലത്ത്. അപ്പൊ ഈ വീടിന് കുറച്ച് പൈസ കൊടുത്ത് കുറച്ച് പൈസ ഞാൻ പറഞ്ഞു എന്റെ ഒരു ഷോപ്പ് ഉണ്ട്, അതൊരാൾ വാങ്ങാന്ന് പറഞ്ഞിട്ടുണ്ട്, ആ കാശ് തന്ന് നിങ്ങളുടെ ഈ ബാക്കി പൈസ തരാന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ഇവിടെ വന്നപ്പോ അയാൾ എന്നെ കാലുവാരി. അയാൾ പറഞ്ഞു എനിക്ക് ഈ ഷോപ്പിന്റെ ആക്ച്വൽ വിലയുടെ പകുതി വില പറഞ്ഞു അയാൾ. ഞാൻ പറഞ്ഞു എനിക്ക് തരാൻ അത്രയും വിലയ്ക്ക് കൊടുക്കാൻ പറ്റില്ല, കാരണം എനിക്ക് വീട് വാങ്ങാൻ പറ്റില്ല. അപ്പൊ അങ്ങനെ അത് അലസിപ്പിരിഞ്ഞു. അപ്പൊ ഞാൻ വിചാരിച്ചു ഇനിയിപ്പോ എന്ത് ചെയ്യും, പൈസ കൊടുക്കണ്ടേ. അപ്പൊ ഞാൻ ഭാര്യയോട് തൽക്കാലം നമുക്ക് ഈ കട പിന്നെ വിൽക്കാം, അതിനു മുമ്പ് കുറച്ച് സ്വർണം പണയം വെക്കാം. അങ്ങനെ ഞാൻ ബാങ്ക് മാനേജർക്ക് ഫോൺ ചെയ്തപ്പോ അങ്ങേര് പറഞ്ഞു ഞാൻ പണം എടുക്കാം, പൈസ തരാം, പക്ഷെ ഇതിന്റെ ഈ സ്വർണം നല്ല സ്വർണ്ണം നോക്കുന്ന ഒരാളുണ്ട്, അയാള് വേറെ എവിടെയോ പോയിരിക്കുകയാണ്, അയാൾ വന്നാൽ മാത്രമേ എനിക്ക് പൈസ തരാൻ പറ്റുള്ളൂ. അപ്പൊ നമ്മള് കുടുങ്ങിയില്ലേ. എന്നാലും കിഷോർ വന്നോളൂ എന്ന് പറഞ്ഞു. ഞാൻ അങ്ങനെ ഈ സ്വർണം കൊണ്ട് ഭാര്യയും കൊണ്ട് ഒരു ഓള കാറ് വിളിച്ച് അങ്ങോട്ട് പോണു. വഴിയിൽ ഇതുമാതിരി ഒരു സിഗ്നലിൽ കാറ് നിൽക്കണു, ഒരാൾ വന്ന് ഭിക്ഷ ചോദിക്കണു, ഞാൻ അയാൾക്ക് കൊടുക്കണു. കാർ ഡ്രൈവർ എന്നെ ചീത്ത പറഞ്ഞു, ഇങ്ങനെ ആൾക്കാരെ എന്റർടൈൻ ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട്. പക്ഷെ അത് ഭഗവാനാണേ, അത് കാർ ഡ്രൈവർക്ക് അറിഞ്ഞൂടാ. അത് ഏത് സമയത്താണ് വരുന്നത്? ഈ നമ്മളെ ഇപ്പൊ നമുക്ക് നമ്മളെ ആവശ്യം ഇതിപ്പോ നമുക്ക് ഒരു 5-10 ലക്ഷം രൂപയുടെ ആവശ്യം വന്നിരിക്കുക, നമ്മുടെ കയ്യിൽ പൈസ ഇല്ല. സ്വർണ്ണം ഉണ്ടെങ്കിൽ ആ സ്വർണ്ണം ആരും എടുക്കൂലേ, നമ്മളെന്ത് ചെയ്യും? സ്വർണ്ണം ഉണ്ടായിട്ട് നമുക്ക് തരില്ല. ഈ സംഭവം വേറൊരു ഫോമില്ല, അമ്പലങ്ങളിൽ വെച്ച് വന്നിട്ടുണ്ട്. അത് ഞാൻ ഇപ്പോഴും റിഗ്രറ്റ് ചെയ്യുന്നുണ്ട്. അതായത് നമ്മള് 2 അമ്പലമാണ്, ഒന്ന് മൂകാംബികയും ഒന്ന് തമിഴ്നാട്ടിലെ ഒരു അമ്പലവും. ഇങ്ങനെ വന്നിട്ട് നമ്മളുടെ അടുത്ത് ആൾക്കാർ വന്ന് പൈസ ചോദിക്കും. പൈസ അല്ലെങ്കിൽ എന്തെങ്കിലും ഓഫറിങ് കൊടുക്കുക, അല്ലെങ്കിൽ എന്തെങ്കിലും മതപരമായിട്ട് ചെയ്യുക, അല്ലെങ്കിൽ അത് അങ്ങനെയൊക്കെ ഉണ്ട്. അതൊക്കെ ഞാൻ എന്റെ ചെറുപ്പകാലങ്ങളിൽ ഞാൻ റിജക്ട് ചെയ്യുക, കൊടുക്കില്ല. ഈ അമ്പലങ്ങളിൽ പൈസ കൊടുക്കുമ്പോ ഞാൻ വേറൊരു ടിപ്പും കൂടി നിങ്ങൾക്ക് പറഞ്ഞുതരാം. അല്ലെ ഇതിപ്പോ ഒരുപാട് ആൾക്കാർ കേൾക്കുമല്ലോ, അതുകൊണ്ട് പറയണതാണ്. ഒരു അമ്പലത്തിൽ പോയാൽ ഒരാണിനും ഒരു പെണ്ണിനും മാത്രം ടിപ്പ് കൊടുത്താൽ മതി, ഭഗവാൻ പ്രീതിപ്പെട്ടിരിക്കും. കുറെ 10 ആണുങ്ങൾക്ക് കൊടുത്താൽ ആവില്ല കേട്ടാ, 10 പെണ്ണുങ്ങൾക്ക് മാത്രം കൊടുത്താവില്ല, ഒരാണിനും ഒരു പെണ്ണിനും. അപ്പൊ അത് ഗുളിയൻ പ്രീതിപ്പെടും. ഗുളിയന് രൂപമില്ല എന്നാ പറയാ, ആണും പെണ്ണുമാണ് ഗുളിയൻ. ആ സെക്കൻഡ് ഗുളിയൻ പ്രീതിപ്പെടും. നിങ്ങൾക്ക് നല്ലൊരു ദൈവദർശനം നിങ്ങൾക്ക് അവിടെ കിട്ടും, ഭഗവാന്റെ ഇത് കിട്ടും. എന്റെ പേഴ്സണൽ എക്സ്പീരിയൻസ് ചെയ്യുന്ന എനിക്ക് വന്നിട്ടുള്ളത്, ഈ അമ്പലത്തിലെ തന്നെ ആൾക്കാര് എന്തെങ്കിലും ചെയ്യണമെന്നും പറഞ്ഞ് എന്നെ അപ്രോച്ച് ചെയ്യും. അതാണ്. അല്ലാതെ എനിക്ക് ഭിക്ഷക്കാരൊന്നും ഇതേവരെ എന്റെ മുമ്പിൽ വന്നിട്ടേ ഇല്ല. എന്റെ അടുത്ത് വരുന്നത് ഒന്നിൽ ഈ അമ്പലത്തിന്റെ വലിയ വലിയ ശാന്തിമാരും ഈ ബ്രാഹ്മൺ ആൾക്കാരുണ്ടല്ലോ ഇത് ചെയ്യുന്ന പ്രീസ്റ്റ്, അവരൊക്കെ കൂട്ടമായിട്ട് വന്നിട്ടുള്ള കേസുകളുണ്ട്. എന്നിട്ട് എന്റെ അടുത്ത് പറയും ഇന്നൊരു സംഭവം ഈ അമ്പലത്തിന് വേണ്ടി ചെയ്യണം എന്നൊക്കെ പറയും. പിന്നെ പറ്റിക്കാൻ പറയണ കാശിയില് ഒരാൾ കാശിയില് പോയിട്ടുണ്ടല്ലോ, അയാളെ ഒരു പശുദാനം പറഞ്ഞു. അപ്പൊ അയാൾ വിചാരിച്ചു ഗോദാനം എന്ന് പറയുമ്പോ അത് മന്ത്രം ഉപയോഗിച്ചല്ല ചെയ്യാ, ആ ഗോദാനം ശരിയെന്ന് പറഞ്ഞു. അപ്പൊ അത് കഴിഞ്ഞപ്പോ പറയുന്നത് 25,000 രൂപ ഒരു ഗോവിന്, എത്രയോ 50,000 രൂപ ഒരു ഗോവിന്. പിന്നെ പേശി പിണങ്ങി 20,000 രൂപ കൊടുക്കേണ്ടി വന്നു ഗോദാനം എന്ന് പറഞ്ഞിട്ട്. ചീറ്റിംഗ് ആണ്. ചീറ്റിംഗ് ആണ് അല്ലേ? ഓക്കെ. 2 സംഭവം ഉണ്ടായിട്ടുണ്ട്. ഞാനത് റിജക്ട് ചെയ്തു, കൊടുത്തില്ല. അപ്പൊ എനിക്കൊരു ഇത്, കാരണം
എനിക്ക് അന്ന് മുതലേ എനിക്കൊരു റിഗ്രറ്റ് ഉണ്ടായിരുന്നു മനസ്സിൽ അങ്ങനെ ചെയ്യാൻ. സാധാരണ ബെഗേഴ്സ് ഒക്കെ വന്ന് ചോദിക്കുവാണെങ്കിൽ ഞാൻ കൊടുക്കാറുണ്ട്. ഇത് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമുക്കറിയത്തില്ലല്ലോ എന്താണ് എന്നുള്ള അറിയാം. അതിപ്പോ ത്രമകേശ്വരിൽ പോയാലും അങ്ങനെ തന്നെയാ. നിറയെ ആള് വന്നിട്ട് ചോദിക്കും ഞങ്ങൾ പൂജ ചെയ്ത് തരാം. നമ്മളെ ചീറ്റ് ഇത് തരാമെന്നല്ല പറയുന്നത്. ഇത് ഒരു തമിഴ്നാട്ടിലെ ഒരു അമ്പലത്തിൽ ചെന്നപ്പോ പറഞ്ഞു അവിടെ ഇങ്ങനെ ഒരു സംഭവം ഉണ്ട്, അന്നദാനോ എന്തോ ഒരു സംഭവം ഉണ്ട്, അത് നിങ്ങൾ ചെയ്തിട്ട് പോകണം എന്ന് പറയുന്നു. അത് ഞാൻ എന്തോ വിസയുടെ കാര്യത്തിന് വേണ്ടിയൊക്കെ പോയ ഒരു സമയം. അപ്പൊ നമുക്ക് അവിടെ നിൽക്കാനൊന്നും സമയമില്ല, ഇത് ചെയ്തത് അതുകൊണ്ട് വിട്ടുപോകണം. പിന്നെ ഒരു കേസ് എന്ന് പറയുന്നത് മൂകാംബികയിലാണ്. മൂകാംബികയിൽ എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഒരാള് വന്നിട്ട് പറഞ്ഞു ഇങ്ങനെ ഭജനം ഇരിക്കുവാണ്, ഹെൽപ്പ് ചെയ്യണമെന്ന് പറഞ്ഞിട്ട്. അത് ഒരാളെ എങ്ങാണ്ട് ഞാൻ ഹെൽപ്പ് ചെയ്തെന്ന് തോന്നുന്നു. പിന്നെ ഒരാൾ ഇങ്ങനെ വന്നുകൊണ്ടേ ഇരുന്നപ്പം ഞാൻ അത് റിജക്ട് ചെയ്ത് ചെയ്തു. അപ്പൊ ഒരു നമുക്കിപ്പോ നമ്മൾ ഇതായിട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ, അതായത് ധൃതിയിലാണെന്നുണ്ടെങ്കിൽ, റഷിലാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു വലിയൊരു എമൗണ്ടിന്റെ ഇത് നമുക്ക് അവിടെ നിന്ന് ചെയ്യാൻ പറ്റത്തില്ല. അത് പറ്റില്ല. അതിനാണ് ഞാൻ സിമ്പിൾ ട്രിക്ക് പറയണത്. ഈ ഒരാളെ പറ്റിയ തീരെ വയ്യാത്ത, ചിലപ്പോ കാലില്ല കയ്യില്ല അങ്ങനെയൊക്കെ ഉണ്ടാവുമല്ലോ. ഒരാണിനും ഒരു പെണ്ണിനും കൊടുത്താൽ ബാക്കി 100 ഭിക്ഷക്കാരും നിങ്ങൾ തട്ടിക്കളഞ്ഞു, ഒരു കുഴപ്പമില്ല. ഓരോ ആൾക്കാർക്ക് 10 റുപ്യ എത്ര റുപ്യാന്ന് വെച്ചാൽ അത് കൊടുത്ത് തീർന്നു. നിങ്ങളുടെ ആ ദുരിതം അവിടെ തീർന്നു. ഭഗവാൻ പിടിപെട്ട് ഗുളികനുമായിട്ട് എങ്ങനെയാ കണക്റ്റഡ് ആവുന്നത്? അതിന്റെ അനുഭവം കൊണ്ട് അങ്ങനെ വന്നതാണ് ഞാൻ. എനിക്ക് ഈ ഓരോ സ്ഥലങ്ങളിൽ ചെല്ലുമ്പോ നമ്മളെ എന്തെങ്കിലും ഇപ്പൊ ഞാനിപ്പോ താമസിക്കുന്ന സ്ഥലത്ത് എനിക്ക് ഭിക്ഷക്കാരെ കിട്ടില്ല, ആരും കിട്ടില്ല, യാതൊരുകാരെ കിട്ടില്ല. അപ്പൊ ഞാൻ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ഞാൻ താഴ്ത്തു പോയിട്ട്, ഇപ്പൊ ഞാൻ താഴ്ത്തു വരികയാണ് ഞങ്ങൾ രണ്ടാളും കൂടി. അപ്പൊ ഞങ്ങളുടെ പിന്നാലെ ഡോഗ്സ് വരും. അപ്പൊ ഒരു ആണിനും ഒരു പെണ്ണിനും നമ്മൾ കൊടുക്കും, ബിസ്ക്കറ്റ് കൊടുക്കും. ഒരു മെയിൽ ഫീമെയിൽ അത്രേ ഉള്ളൂ. അതിപ്പോ മനുഷ്യനാണെന്ന് നിർബന്ധമില്ല. അപ്പൊ നമ്മളെ ആ കാര്യം ശരിയാവും. എനിക്ക് അനുഭവം കൊണ്ടാണത്. അതിന്റെ നിയമം എന്താന്ന് നമുക്കറിയില്ല. അങ്ങനെ ചെയ്താൽ അതിന്റെ നല്ലതാണ് ബലം. അപ്പൊ അത് കഴിഞ്ഞ് പിന്നെ ഞാൻ എൻ്റെ അമ്മക്ക് സുഖമില്ലാണ്ടായപ്പോ, അത് ഒരു 2016 ഓണം കഴിഞ്ഞ സമയത്ത് അമ്മയ്ക്ക് സുഖമില്ലാണ്ടായി. അപ്പോഴാണ് എന്റെ ഈ ഭഗവാനിൽ നിന്ന് ഞാൻ എല്ലാവരും ഭഗവാനോട് വരം ചോദിക്കാൻ, നിറയെ പണം വേണം, അത് വേണം, ഇത് വേണം എന്നല്ലേ. അപ്പൊ ഞാൻ ഭഗവാനോട് ചോദിക്കണെന്നാ എനിക്ക് സമാധാനമായിട്ട് നിറയെ അങ്ങനെ ഉറങ്ങി അങ്ങനത്തെ ഒരു മടിയൻ സ്വഭാവമാണ് എന്റെ. അതുകൊണ്ടാണ് ഭഗവാനോട് അങ്ങനെ ഒരു വരം ചോദിച്ചത്, നന്നായിട്ട് സുഖമായിട്ട് ഉറങ്ങാനുള്ള ഒരിത് കിട്ടണം, വ്യവസ്ഥ. അപ്പൊ ഈ അമ്മയുടെ അസുഖം വന്നപ്പോ ഈ മടിയന്മാരെയൊക്കെ കൂട്ടു നിൽക്കുന്ന ദൈവങ്ങളെ വേണം ഇത് ചെയ്യാൻ. അപ്പൊ നമ്മളെന്ത് ചെയ്തു, അപ്പൊ ഈ എൻ്റെ അമ്മ സുഖമില്ലാണ്ട് കിടന്നിട്ട് ഉറങ്ങുമ്പോ ഞാനും ഉറങ്ങും. അമ്മ ഉണർന്ന ഉടനെ അമ്മ രാത്രി 2 മണിക്ക് ഉണർന്നാലും ഞാൻ സെക്കൻഡിൽ ഉണർന്നിരിക്കും. അപ്പൊ എനിക്ക് അങ്ങനെയുള്ള ഈ വരം കൊണ്ട് അതാണ് ഗുണം കിട്ടിയത് എനിക്ക്. അതുകൊണ്ട് അമ്മേനെ ശുശ്രൂഷിക്കാനും, അമ്മേത് രാത്രി എഴുന്നേറ്റ് കിടന്നാലും ആ സെക്കൻഡിൽ ഞാൻ ഉണർന്ന് അമ്മേന്റെ അടുത്തെത്തും. അപ്പോ അങ്ങനെ ഈ അമ്മയ്ക്ക് പിന്നെ കുറച്ച് സീരിയസ് ആയി. അപ്പൊ അമ്മേനെ ഞാൻ ആശുപത്രിയിൽ കൊണ്ട് അഡ്മിറ്റ് ആക്കി. അങ്ങനെ അവര് ICUവിൽ കയറ്റി. ICUവിൽ ഇങ്ങനെ അമ്മ അഡ്മിറ്റ് ആയി കിടക്കുമ്പോ അമ്മ എന്നോട് ഒരു ദിവസം പറഞ്ഞു, എന്റെ സമയം തീർന്നു, ഞാൻ പോവാനിരിക്കുക. എൻ്റെ അമ്മയും മറ്റുള്ളവർക്കത് ഇവിടെ വന്ന് നിൽക്കുന്നുണ്ട്. അമ്മയും കുറെ ആൾക്കാരെ പേര് പറഞ്ഞു, അവരൊക്കെ ഇവിടെ വന്ന് നിൽക്കുന്നുണ്ട്. അതുകൊണ്ട് ഞാനിങ്ങനെ പിറ്റേ ദിവസം അമ്മ പോകുമെന്ന് പറഞ്ഞു. അപ്പൊ അത് കേട്ടിട്ട് എനിക്ക് ഭയങ്കര ഞെട്ടലായിപ്പോയി. അമ്മ പെട്ടെന്ന് ഓർക്കാപ്പുറത്ത് നമ്മളെ ഒരു അമ്മ എന്ന് പറയുമ്പോ നമ്മളൊരു ഹൃദയത്തിന്റെ ഒരു ഇതാണ്. അപ്പൊ പെട്ടെന്ന് നമ്മളെ അമ്മയോട് കൂടിയിട്ടുള്ള ആ ജീവിതം നമുക്ക് ഒരിക്കലും മറക്കാൻ പറ്റാത്തതാണ്. പെട്ടെന്ന് അമ്മ കടന്നു പോകാന്ന് എനിക്ക് ചിന്തിക്കാൻ പറ്റുന്ന കഥയല്ല. അപ്പൊ ഞാൻ എന്ത് ചെയ്തു, നേരെ പോയ വൈകുന്നേരം അമ്മ പറഞ്ഞു എന്നോട്. അപ്പൊ അമ്മയുടെ പൾസ് ഒരുപാട് ഡൗൺ ആയിട്ടുണ്ടായിരുന്നു. ഞാനത് നോക്കിയ മീറ്ററിൽ.
അപ്പൊ എനിക്ക് തോന്നി അമ്മേരെ കാറ്റ് പോയത് തന്നെ ഇപ്പൊ. അപ്പൊ ഞാൻ ഓടി ഭാര്യയോട് ചെന്ന് പറഞ്ഞു, ദേ അമ്മ ഇങ്ങനെയൊക്കെ പറയുന്നുണ്ട്, നമുക്കൊരു കാര്യം ചെയ്യാം, നേരെ നമ്മുടെ വീട്ടിലേക്ക് പോവാ. അങ്ങനെ രാത്രി 9:30 ഞങ്ങൾ സ്കൂട്ടറുണ്ട്, അപ്പൊ ഓടി വീട്ടിൽ പോയി അപ്പൊ തന്നെ കുളിച്ച് അപ്പൊ തന്നെ അവിടെ ഇതിന്ന് ഗാർഡനിൽ നിന്ന് കറങ്ങിയതൊക്കെ പറിച്ചോണ്ടൊന്ന് അപ്പൊ തന്നെ ഗണപതി, ശിവൻ, നാരായണൻ, ദേവി, മുരുകൻ 5 ആൾക്കാരെയും വിളിച്ചു വരുത്തി പൂജ ചെയ്ത് സുഖമായി കിടന്നുറങ്ങി. പിറ്റേ ദിവസം ചെന്നപ്പോ അമ്മയ്ക്ക് ഒരു കുഴപ്പമില്ല. മനസ്സിലായ? അങ്ങനെ അമ്മേനെ അവിടുന്ന് ഡിസ്ചാർജ് ചെയ്ത് കൊണ്ടുവന്നപ്പോ അമ്മ പറയല്ലേ, ഞാൻ മരിക്കാൻ പോകുന്ന എന്റെ ആൾക്കാർ മുഴുവൻ വന്നതായിരുന്നു, ഞാൻ അതിൽ കടന്നു പോകാനിരിക്കുക, പെട്ടെന്നാണ് എന്റെ കാര്യങ്ങളൊക്കെ മാറി ഞാൻ ജീവിതത്തിലേക്ക് വന്നത്, അത് നീ പൂജ ചെയ്ത് എന്നെ ഉണർത്തിയതാണ്. മനസ്സിലായി? അമ്മയ്ക്ക് മനസ്സിലായി ഞാൻ പൂജ ചെയ്ത് അമ്മേനെ ജീവിപ്പിച്ച് മറ്റവരൊക്കെ ഓടിച്ചറിഞ്ഞു. അങ്ങനെ അമ്മ എന്റെ വീട്ടിൽ വന്ന് ഞാൻ പറഞ്ഞു, അമ്മ നമുക്ക് ഇവിടെ ഭാര്യ ഒരുമിച്ച് നമുക്ക് ജീവിക്കാം, അമ്മയുടെ തോന്നല വെറും സ്വപ്നങ്ങളായിട്ട് മറന്നു കളഞ്ഞേക്കാൻ പറഞ്ഞു. അമ്മയ്ക്ക് ചാവാൻ സമയമില്ലെന്ന് പറഞ്ഞ അമ്മോട് പറഞ്ഞു, അതൊക്കെ എന്തോ കൺകെട്ടാണ്, അല്ലാണ്ട് ആത്മാക്കളൊന്നും ആരും വരാൻ പോണില്ല, അത് നിങ്ങളുടെ തോന്നലാണ്, നിങ്ങൾ ഇനി രക്ഷപ്പെട്ടു എന്ന് പറഞ്ഞിട്ട് അമ്മേനെയും കൂട്ടി വന്ന് ഞങ്ങളിനെ സുഖമായിട്ട്. അപ്പൊ ദീപാവലി വന്നു നവംബറിലല്ല ഒക്ടോബർ അവസാനത്തില്. അപ്പോ ദീപാവലിയൊക്കെ ആഘോഷിച്ചു, അതിന് കോലൊക്കെ ഇട്ട് എല്ലാം അമ്മയ്ക്ക് സന്തോഷമായി. അന്ന് ഇവിടെ തണുപ്പാണ് പൂനെയില്, അപ്പൊ ഞങ്ങൾ പുറത്തൊക്കെ ഇറങ്ങി നടക്കാനൊക്കെ പോയി. അപ്പോഴും അമ്മ പറഞ്ഞുകൊണ്ടിരുന്നു, അവര് വന്നിട്ടുണ്ടായിരുന്നത് നീ അത് തടസ്സപ്പെടുത്തി, ഇനി നീ അങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല. എനിക്ക് അമ്മയ്ക്ക് എന്തോ ഒരു സുഖം കിട്ടി ആ മരിക്കാൻ പോണ സമയത്ത്. അപ്പൊ എനിക്ക് അതുകൊണ്ട് അവരെ കൂടെ പോണം, നീ അതിന് തടസ്സം വെക്കരുതെന്ന് പറഞ്ഞു എന്നോട്. അപ്പൊ ഞാൻ പറഞ്ഞു, അതൊന്നും പറ്റില്ല, അതൊക്കെ വെറും നിങ്ങൾ തോന്നലാണ്, അല്ലാണ്ട് ആത്മാക്കളൊന്നും വരാൻ പോണില്ല, അവരൊക്കെ എവിടെയോ പോയി എന്ന് പറഞ്ഞ് ഞാൻ അമ്മേനെ അതിനെ അനുവദിച്ചില്ല. അങ്ങനെ 1 മാസം കഴിഞ്ഞു പോയി. നവംബർ 5-ാം തീയതി അമ്മ പറഞ്ഞു, ഇവരൊക്കെ ഇവിടെ വന്ന് ഈ റൂമിൽ വന്ന് നിറഞ്ഞു, സർവ്വ അമ്മേരെ കുടുംബക്കാരും, അതുകൊണ്ട് ഞാൻ നാളെ അങ്ങ് പോകുന്നു. അപ്പൊ ഞാൻ വിചാരിച്ചു പൂജ ചെയ്ത് അമ്മേനെ തടുക്കണം, എങ്ങനെയാലും അമ്മേനെ മരിക്കാൻ അനുവദിക്കില്ല എന്നുള്ള ദൃഢനിശ്ചയത്തോടു കൂടി ഞാൻ അല്ലെങ്കിൽ കുറച്ച് വർത്താനൊക്കെ പറഞ്ഞിട്ട് പൂജയ്ക്ക് പോവുള്ളൂ. അപ്പൊ ഞാനന്ന് നല്ല ചൂടുവെള്ളം ഈ വരുന്നുണ്ടായിരുന്നു, ഞങ്ങൾക്ക് ഈ ഇതുണ്ട് വാട്ടർ മീറ്റർ, അപ്പൊ സോളാർ എനർജിയിൽ വരും, ചൂടുവെള്ളം വരും. അപ്പൊ ആ ചൂടുവെള്ളം വന്നു. അങ്ങനെ അമ്മോട് ചോദിച്ചു കുളിക്കണം, അമ്മ പറഞ്ഞു ഞാൻ ഇന്ന് കുളിക്കില്ല, നാളെ കുളിക്കണുള്ളൂ. ശരി എന്ന് പറഞ്ഞു, നിങ്ങൾ ഇവിടെ ഇരിക്കും, ഞാൻ പൂജ ചെയ്യട്ടെ എന്ന് പറഞ്ഞു. ഞാൻ വിളക്ക് കത്തിച്ചതും അമ്മേരെ ആൾക്കാർ വന്ന് അമ്മയെ വിളിച്ചോണ്ട് പോയി. എന്താ വെച്ചാ അമ്മ അബോധാവസ്ഥയിലേക്ക് പോയി. പിന്നെ അമ്മേനെ ആശുപത്രി കൊണ്ടുപോയപ്പോ ഡോക്ടർ പറഞ്ഞു, അമ്മ ഈ ഒരു 4-5 മണിക്കൂർ കൊണ്ട് മരണപ്പെട്ടു പോകുന്നു. മനസ്സിലായോ? അപ്പൊ ഞാൻ എന്ത് ചെയ്തു, എന്റെ മനസ്സിൽ ഞാൻ അവിടെ നിന്ന് ജപമാല ജപിച്ചിട്ട് ഞാൻ ഭഗവാൻ ഓരോ ദേവതകൾക്ക് ഓരോ അങ്ങനെ 5-6 മാല ജപിച്ചു. അത് ഞാൻ അമ്മോട് പറഞ്ഞു, അമ്മേ നിങ്ങൾ പൊക്കോ എന്ന് പറഞ്ഞു. ഞാനത് അമ്മയെ നിങ്ങൾ പൊക്കോ എന്ന് പറഞ്ഞില്ലേ, ആ സെക്കൻഡിൽ അമ്മ പോയി. ആ ഡോക്ടർ ആ സെക്കൻഡിൽ ഫോൺ വിളിച്ചോ നിങ്ങളുടെ അമ്മ പോയി. അപ്പൊ അതൊക്കെ വളരെ അതിശയകരമായിട്ട് എനിക്ക് തോന്നി. എങ്ങനെയാണ് ഇതൊക്കെ സംഭവിക്കുന്നത് എനിക്ക് അറിയില്ല കേട്ടോ. അപ്പൊ അതിന്റെ തലേ ദിവസം ഞങ്ങള് ഇത്രയും നാള് വെജ് ആയിട്ടാണ് ജീവിച്ചത്. പക്ഷെ ഇതിന്റെ തലേ ദിവസം അമ്മ പറഞ്ഞു അമ്മയ്ക്ക് നോൺ വെജ് കഴിക്കണം, 1/4 കിലോ ലിവർ വാങ്ങിക്കൊണ്ടിരാൻ പറഞ്ഞു. ഞാൻ അന്വേഷിച്ചു, ഒരു ലിവർ കിട്ടിയില്ല. പിന്നെ ഞാൻ മത്സ്യം വാങ്ങിക്കൊണ്ടുവന്ന് അമ്മയ്ക്ക് വെച്ചു കൊടുത്തു. അമ്മ അതൊക്കെ കഴിച്ചു. അതെന്താ അതിന്റെ അർത്ഥം എന്താ അറിയില്ല. അച്ഛൻ വരണ സമയത്ത് അച്ഛൻ സൂപ്പ് കുടിക്കണം പറഞ്ഞാൽ അമ്മ പറഞ്ഞു പറ്റില്ല, നമ്മള് നോൺ വെജ് കഴിക്കില്ല. അതെ, അതെന്താ അതിന്റെ അർത്ഥം എന്നറിയില്ല. നോൺ വെജ് വേണമെന്ന് പറഞ്ഞു. അതുവരെ പുള്ളി വെജിറ്റേറിയൻ ആയിരുന്നു. വെജിറ്റേറിയൻ ആയിരുന്നു. അത് അവരുടെ കുലത്തിലേക്ക് പോകാനാണെന്നാണ് എനിക്ക് തോന്നുന്നത്. എവിടെ? സ്വർഗത്തിലേക്കോ? അല്ല, അവരുടെ കുലത്തിലേക്ക്. അത് അമ്മേരെ കഴിഞ്ഞു, അമ്മ പോയില്ലേ, അപ്പൊ അതോടുകൂടി അത് കഴിഞ്ഞു. അത് കഴിഞ്ഞ് പിന്നെ ഞാൻ ബോംബെ പോയ കാര്യമാണ് ഉള്ളത്. ഞാൻ ബോംബെ അല്ല, താനയിൽ നിന്ന് ഞാൻ പുനെക്ക് വരികയായിരുന്നു. അപ്പൊ ഞാൻ അങ്ങനെ വരുമ്പോ ഞങ്ങൾ ഉച്ചയ്ക്കാണ് ഒരു ഉബർ കാറ് വിളിച്ചത്.
താനേന്ന്. ഉം. അപ്പൊ ഈ കാറുകാരനോട് ഞാൻ ചോദിച്ചു, നിങ്ങൾ ഈ യാത്രയിൽ ഉറങ്ങോ ഉച്ചയല്ലേ? ഉം. അപ്പൊ അയാൾ പറഞ്ഞു, ഞാൻ നന്നായിട്ട് ഉറങ്ങിയിട്ടാ വന്നിട്ടില്ല, അതുകൊണ്ട് ഉറങ്ങില്ല എന്ന് പറഞ്ഞു. ഉം. എന്നാ ശരി നമുക്ക് പോവാന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ കാർ ഡ്രൈവറിന്റെ അടുത്തുള്ള സീറ്റിൽ ഞാനിരുന്നു, പിന്നിൽ എന്റെ ഭാര്യ, എന്റെ സഹോദരി ഇരുന്നു, ഉം. അവരിരുന്നു. ഉം. അങ്ങനെ ഞങ്ങൾ ഈ യാത്രയിൽ ഇയാൾ എന്ത് ചെയ്തു, ഈ കാറ് ഈ ലോക്ക്ഡൌൺ 80 കിലോമീറ്ററിൽ ലോക്ക്ഡൌൺ ആ കാറ്, അതിൽ കൂടുതൽ സ്പീഡിൽ പോവില്ല. അപ്പൊ ഇയാൾ ഇതില് ചവിട്ടി പിടിച്ചിട്ട് അയാള് സുഖമായിട്ട് ഉറങ്ങി. 80 കിലോമീറ്റർ സ്പീഡിൽ കാറ് ചവിട്ടി പിടിച്ചു. അതിന് മുമ്പ് തന്നെ ഞാൻ എന്ത് ചെയ്തു, അവിടെ ഇരുന്ന് ഞാൻ ഇങ്ങനെ ഭഗവാനെ ജപിച്ചിട്ടുണ്ടായിരുന്നു. ഗുരു, ഗണപതി, ശിവൻ, ദേവി എന്നിങ്ങനെ ജപിച്ചു, 4 മാല ജപിച്ചു. ആ ജപിച്ച് തീർന്നത് ഞാൻ ചെറുതായിട്ടൊന്ന് കണ്ണ് ഉറങ്ങി. എന്റെ ഭാര്യ ഉറങ്ങി, സഹോദരി ഉറങ്ങി, ഇയാളങ്ങ് ഉറങ്ങി. നിനക്കറിയില്ല ഇയാൾ ഉറങ്ങിയ കാര്യം. ഈ വണ്ടി 80 കിലോമീറ്റർ സ്പീഡിൽ പറന്നിട്ട് അത് ഈ 1, 2, 3, 4 ലൈൻ ഉണ്ട്. ആ 3rd ലൈനിലായിരുന്നു ഈ കാറ്. എന്നുവെച്ചാൽ 4th ലൈനിൽ കാറുകൾ 100-120 കിലോമീറ്റർ സ്പീഡിലാണ് പോണത്. അപ്പൊ 3rd ലൈനിൽ നിന്ന് ഈ കാറ് ജസ്റ്റ് ഫസ്റ്റ് ലൈനിലേക്ക് വന്നു. ഞാൻ കണ്ണ് തുറന്ന് നോക്കുമ്പോ ഇയാള് സുഖമായിട്ട് ഉറങ്ങണു, കാർ ഇങ്ങനെ പാഞ്ഞോണ്ടിരിക്കണു ഒരു പ്രത്യേക സ്പീഡില്. ഫ്രണ്ടില് ആ 40 കിലോമീറ്റർ സ്പീഡ് ഇതിലുള്ള ആ ഫസ്റ്റ് ഇതില് ഒരു ഹെവി ലോറി ഫുൾ ഇരുമ്പിന്റെ സാധനങ്ങളും നിറച്ചോണ്ട് ഇങ്ങനെ ഞങ്ങൾ തൊട്ട് മുമ്പിൽ പോണ്. ഇതങ്ങനെ പറന്നു പോണ്. ഞാൻ ഇയാളെ തട്ടി ഉണർത്തുമ്പോൾ അയാൾ ഉണരുന്നത്. അയാൾ എന്ത് ചെയ്തു, കാറ് പെട്ടെന്ന് ഞങ്ങളൊരു തുരങ്കത്തിന്റെ ഉള്ളിൽ കയറിയിരുന്നു ആ സമയത്ത്. ഈ തുരങ്കത്തിന്റെ ഉള്ളിൽ വെച്ച് ഇയാൾ കാറ് പെട്ടെന്ന് അങ്ങോട്ട് വെട്ടിച്ചു. കാറിന്റെ ഒരു സൈഡ്, ഞാൻ ഇരുന്ന സൈഡ് കുറച്ച് മാറിയിട്ട് എനിക്കൊന്നും പറ്റിയില്ല. പക്ഷെ കാറ് ആ ലോറിയും മുട്ടിയിട്ട് അത് നേരെ തുരങ്കത്തിന്റെ മറ്റേ സൈഡിലേക്ക് ചെന്ന് ഭയങ്കര സ്പീഡിലാട്ടോ, ഭയന്നു പോയി ഞങ്ങൾ. അങ്ങോട്ട് മുട്ടാൻ നേരമായപ്പോൾ ഇയാള് പെട്ടെന്ന് ഇങ്ങനെ വെട്ടിച്ചു. അപ്പൊ അതിങ്ങനെ ഡയറക്റ്റ് ഇങ്ങനെ തിരിഞ്ഞ് ശരിക്കും ആ തുരങ്കത്തിനുള്ളിൽ പുറത്തിയാടി ഞങ്ങള്. പക്ഷെ പുറത്തിയാടി നേരെ താഴ്ത്തിക്കാണേ, മലയുടെ താഴ്ത്തിക്കാണ് പോവുക. പിന്നെ അപ്പൊ അങ്ങനെ ഒന്നും പോയില്ല. ഇത് ഇങ്ങനെ വെട്ടി അങ്ങനെ ഒരു കാറ് അങ്ങ് പോയി. അപ്പൊ ഇയാള് അങ്ങനെ കാറ് കുറച്ച് പോയി, ഞങ്ങളെ എല്ലാവരും പേടിച്ചു പോയി. അങ്ങനെ പേടിച്ചിരിക്കുമ്പോ ഇയാൾ എന്നോട് ചോദിക്കുക, സാറ് ഏത് മന്ത്രാണ് ജപിച്ചതെന്ന്, ഇങ്ങനെ രക്ഷപ്പെടാനുള്ള കാരണം. കാറ് പുറത്തേക്ക് പോയതൊന്നുമില്ല, റോഡിന്റെ ഉള്ളിൽ തന്നെ കാറ് ഈ ലോറിയുമ്പോ ചെറുതായിട്ട് മുട്ടി അതിന്റെ ആ സൈഡൊന്ന് ഞെങ്ങി. ഞാൻ ഫ്രണ്ടിലല്ല ഇരിക്കുന്നത്, ഫ്രണ്ടിൽ എന്റെ സൈഡിൽ അവിടെ കുറച്ച് മുട്ടി. എന്നിട്ട് അത് നേരെ ആ തുരങ്കത്തിന്റെ ഉള്ളിലായ കൊണ്ടേ. പക്ഷെ ഞങ്ങൾ രക്ഷപ്പെടാൻ കാരണം എന്താ വെച്ചാൽ പിന്നീന്നൊരു വെഹിക്കിൾ ആ ടൈമിൽ വന്നില്ല. പിന്നീന്നൊരു വെഹിക്കിൾ വന്നിരുന്നേ ഇങ്ങനെ പോണ കാരണം ഒരു ഒറ്റ അടിയടിക്കുക. പിന്നിൽ 100 കിലോമീറ്റർ സ്പീഡിലാണ് വണ്ടി വരിക. അത് ഇതിനെ ഇടിച്ചാൽ ഞങ്ങൾ തീർന്നു. അപ്പൊ പിന്നിൽ വെഹിക്കിൾ വരാത്തതുകൊണ്ട് ഇതിങ്ങനെ ക്രോസ് കട്ട് ചെയ്ത് ഇങ്ങനെ ക്രോസ് അങ്ങനെ അങ്ങോട്ട് തെറ്റി അങ്ങോട്ട് പോയി. അങ്ങനത്തെ ഒരു ഹോട്ടലിൽ അവിടെ നിർത്തിയിട്ട് പിന്നെ നോക്കി കഴിഞ്ഞപ്പോൾ ഇതിന് ചെറിയൊരു ഡാമേജ് പറ്റി. അപ്പൊ അയാൾ ചോദിക്കുന്നത്, സാറ് ഏത് മന്ത്രാണ് ജപിച്ചതെന്ന്. അപ്പൊ ഞാൻ ചോദിച്ചു, എന്താ ഇങ്ങനെ ചോദിച്ചത്? അപ്പൊ അയാള് പറയുന്നത്, അയാൾക്ക് ഇയാളുടെ 2 കൈയും സ്റ്റീൽ റോഡാ. എന്ന് വെച്ചാൽ ഇയാള് ആക്സിഡന്റ് 2, 3, 4 ആക്സിഡന്റ് കഴിഞ്ഞിരിക്കുന്ന ആളാ. ഞാൻ ശരിക്കും ഞെട്ടിപ്പോയി. അപ്പൊ ആള് ഇത് ഒരു പോറല്, കാറിന് എന്ത് പറ്റിയ ഒരു പോറല് പോലും പറ്റിയില്ല ഞങ്ങൾക്ക് 4 ആൾക്കും, ഡ്രൈവർക്ക് അടക്കം. അത് അയാളെ ഭയങ്കരമായിട്ട് അതിശയിപ്പിച്ചു. അപ്പൊ നമ്മുടെ ഫസ്റ്റ് എപ്പിസോഡിന്റെ ക്യാപ്ഷൻ തന്നെ അതാണ്, ശിവൻ എന്റെ കൂടെ ഉണ്ട്. ശിവൻ കൂടെ ഉണ്ട്, അതുകൊണ്ടാണ് ആ ഇതുകൾ. അപ്പൊ അപ്പൊ ഇതെന്റെ ഇത് കഴിയാണ്. അപ്പൊ ഞാൻ പിന്നെ എന്റെ നിദ്രയാണുള്ളത്. എനിക്ക് ഹാർട്ടിന് 2017 അസുഖം വന്നു പറഞ്ഞില്ലേ. അത് കഴിഞ്ഞ് ഞാൻ കുറച്ച് കഴിഞ്ഞപ്പോ അതിന്റെ മരുന്നൊക്കെ നിർത്തി. എനിക്ക് അസുഖമൊന്നുമില്ല, എന്നെ ഭഗവാൻ രക്ഷിച്ചോളാമെന്ന് നിർത്തിയപ്പോ ഈ കാർ ആക്സിഡന്റ് ആയില്ല. ആ ടൈമിൽ ഡോക്ടറെ കാണാൻ പോയിരുന്നു. അപ്പൊ ഡോക്ടർ പറഞ്ഞു, നിങ്ങളുടെ ഹാർട്ട് 90% ബ്ലോക്കായി. 90%.
ബ്ലോക്കായി, ഇനി ഇത് ഓപ്പറേഷൻ ഒന്നും ചെയ്യാൻ പറ്റില്ല, മരുന്ന് തരാം, നിങ്ങൾ ജീവിക്കുന്നോട്ടോളം ജീവിച്ചോളാം എന്നോട്. മനസ്സിലായ? അപ്പൊ ഞാൻ പറഞ്ഞു ശരി. എന്റെ സഹോദരി ഉണ്ടായിരുന്നു, ഓപ്പറേഷൻ ഒന്നും ഇയാൾ ചെയ്യാൻ പറ്റില്ല, മരുന്ന് കഴിച്ചോട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ അവര് മരുന്നൊക്കെ തന്ന് അപ്പൊ എനിക്ക് കുറച്ച് റെസ്റ്റ് പറഞ്ഞു വീടിന്റെ ഉള്ളിൽ നിന്ന് ആദ്യം. അത് മാത്രമേ എനിക്ക് ഏത് ഇയറിലാണ് ഇത് പറയുന്നത്? 2022 ഇപ്പൊ 4 കൊല്ലം കൂടി ഞാൻ ജീവിച്ചു. അപ്പൊ എനിക്ക് അന്ന് കൊറോണയും വന്നിട്ടുണ്ടെന്ന് കണ്ടുപിടിച്ചു അവര്. അത് സ്കാൻ ചെയ്തപ്പോഴാണ് കണ്ടുപിടിച്ച എന്റെ ഈ ശ്വാസകോശം മുഴുവൻ കഫം മൂടി. അപ്പൊ ആ ഡോക്ടർ പറഞ്ഞു ഇയാൾ കൊറോണ വന്നിട്ടുണ്ട്. ഞാൻ പറഞ്ഞു ശരി. ഞാൻ കൊറോണ സമയത്ത് 1 മാസം വീട്ടിൽ കിടന്നിരുന്നു. അത് ഡെലിഫിലിൻ കഴിച്ചാണ് കിടന്നത് വീട്ടില്. ഹോസ്പിറ്റലിൽ പോയില്ല. ഹോസ്പിറ്റലിൽ പോയെന്ന് അവർ അപ്പളെ തട്ടിയ നമ്മളെ. കാരണം അന്ന് കുറെ അധികം ആൾക്കാർ മരിച്ചില്ലേ. അപ്പൊ ഈ കൊറോണ ഉണ്ട്, അപ്പൊ അതിന്റെയും മരുന്ന് കഴിക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ റെസ്റ്റ് എടുക്കാൻ പറഞ്ഞു, ബെഡ് റെസ്റ്റ്. അങ്ങനെ ഞാൻ റെസ്റ്റ് എടുക്കുമ്പോ എന്റെ ഈ നിദ്ര കഴിക്കണമെന്നുണ്ടോ? ഞാനും ഇതുപോലെ വീട്ടിൽ കിടക്കുമായിരുന്നു കൊറോണ പിടിച്ചിട്ട്. ഡെലിഫിലിൻ കഴിക്കണ ഈ ഇത് പൊടിഞ്ഞു പോകാനാ, ഉണങ്ങി പോകാനാ കഫം. പക്ഷെ കഫം ഒന്നും ഉണങ്ങിയിട്ടുണ്ടാവില്ല കാര്യമായിട്ട്. അത് ഫുൾ കഫം അവിടെ ഉണ്ടായിരുന്നു. പിന്നീട് അങ്ങേര് കുറെ മരുന്ന് ആന്റിബയോട്ടിക്സ് തന്നു, എന്നിട്ടാണ് പോയത്. അപ്പോ അന്നാണ് ഞാൻ രണ്ടാമത് ഈ നമ്മുടെ നിദ്രയുടെ വരെടുത്ത് ഉപയോഗിച്ചത്. കാരണം എന്താ വെച്ചാൽ എനിക്ക് ഫുൾ ബെഡ് റെസ്റ്റ്, ആ വീടിന്റെ ഉള്ളിൽ നിന്ന് പുറത്തു പോകാൻ പറ്റില്ല. അങ്ങനെ വന്നപ്പോ ഞാൻ എന്ത് ചെയ്യും? അപ്പൊ ഞാൻ എന്ത് ചെയ്യുന്ന വെച്ചാൽ ഇങ്ങനെ കിടന്നിട്ട് ഭഗവാനോട് നമ്മൾ ഉറങ്ങുന്നു എന്ന് പറയും. അങ്ങോട്ട് സുഖമായിട്ട് ഉറങ്ങും. പിന്നെ ഉച്ചയ്ക്ക് ഉണന്ന് ഊണ് കഴിക്കും, രാവിലത്തെ കഴിക്കും, അത് ഉച്ചക്കലത്തെ ഊണ് കഴിക്കും, വീണ്ടും ഉറങ്ങും, രാത്രി ഉറങ്ങും. 24 hours അരമണിക്കൂർ ഈ ഭക്ഷണം കഴിക്കാൻ മാത്രം. ബാക്കി ഫുൾ ഉറങ്ങും. ഒരു ഉണർച്ചയില്ല എനിക്ക്, ഉണരുന്നില്ല ഞാൻ. അങ്ങനെ എത്രയോ ദിവസങ്ങൾ ഞാൻ ഇവിടെ കണ്ട് സുഖമായിട്ട് ഉറങ്ങി ഈ ഇത് ഉപയോഗിച്ച്, ഈ നിദ്ര എന്നുവെച്ചാൽ എന്നെ വിളിച്ചാൽ ഉണരും. അപ്പൊ അതിലാണ് പിന്നെ ഞാനിതിൽ ഇവിടെ യൂട്യൂബിൽ നോക്കിയപ്പോ നമ്മുടെ സീമാജിയുടെ ചൊവ്വാഴ്ചത്തെ ഒരു ധ്യാനമുണ്ട്. ഒരു നീണ്ടു നിവർന്ന് ഇങ്ങനെ കിടക്കണം, എന്നിട്ട് അവര് ഇങ്ങനെ കമാൻഡ് ചെയ്യും. അപ്പൊ നമ്മളെ ഒരു പ്രത്യേക ലോകത്തിലേക്ക്, നമ്മൾ ഇന്ന ലോകത്തേക്ക് പോവാന്ന് പറയും. അങ്ങനെ ഒരു 1 hour ഒരു ഇതുണ്ട്. അപ്പൊ ഞാനത് ചെയ്തു. അത് എനിക്ക് അത് പക്ഷെ എന്റെ എനർജി വർദ്ധിപ്പിച്ചു, ബോഡിയിൽ ഓർക്കം കുറച്ചു. എന്നുവെച്ചാ അത് എന്റെ ബോഡിയുടെ ഉള്ളിലേക്ക് എനർജീനെ, ഇതിൽ നിന്നുള്ള എനർജീനെ, യൂണിവേഴ്സിൽ നിന്നുള്ള എനർജി എന്റെ ബോഡിയിലേക്ക് കയറുകയും, അങ്ങനെ ഞാൻ ഉറങ്ങാണ്. പക്ഷെ ഇത് മുഴുവൻ ഞാൻ കേൾക്കുന്നുണ്ട്, കേട്ടോണ്ടാണ് ഉറങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഇത് സ്റ്റോപ്പ് ചെയ്യുമ്പോ ഞാൻ ഉണരും. അങ്ങനെ അപ്പൊ അതില് എന്റെ ഈ എനർജി, എന്റെ യൂണിവേഴ്സിൽ നിന്നുള്ള എനർജി, സ്പിരിച്വൽ എനർജി ബോഡിയിലേക്ക് കയറി. അങ്ങനെ എന്റെ ഈ ഉറക്കം പതുക്കെ കുറഞ്ഞു. പിന്നെ വേറെ ഒരു കണ്ടാരി എന്ന് പറഞ്ഞൊരു ഒരു സ്ത്രീയുടെ 1 മണിക്കൂർ, അത് ഇതാണ് ഈ 7 ചക്ര ധ്യാനം എന്ന് പറഞ്ഞിട്ട്, അത് ഹൈദരാബാദിൽ നിന്നുള്ള ഒരു സ്ത്രീയാണ്. അത് ഞാൻ കേട്ടു. പിന്നെ ഒരു ആനന്ദഗിരി, അത് എല്ലാം നല്ല ബ്യൂട്ടിഫുൾ ആയി കേൾക്കാൻ. 1 മണിക്കൂറുണ്ട് അത്. അതിലും ആ 1 മണിക്കൂർ ഇങ്ങനെ ചക്രധ്യാനാണ് അതൊക്കെ. അപ്പൊ അതൊക്കെ കേൾക്കുകയും അതിൽ നിന്നൊക്കെ എനിക്ക് എന്റെ ബോഡിയിലേക്ക് എനർജി കയറി വന്നു. അങ്ങനെയാണ് ഞാൻ കുറച്ച് ഫ്രഷ് ആവുകയും കുറച്ച് ഹെൽത്തി ആവുകയും. പിന്നെ നാട്ടിൽ പോയിട്ടാണ് ഞാൻ ആയുർവേദ ചികിത്സയൊക്കെ നടത്തിയിട്ടാണ് ഇപ്പൊ ഇരിക്കുന്നത്. അങ്ങനെ കാരണം ഇതുവരെ ഇനി ഓപ്പറേഷൻ വേണ്ടെന്നാ ഡോക്ടർ പറഞ്ഞു. ഞാൻ ചെക്കപ്പ് ചെയ്തപ്പോ ഓപ്പറേഷൻ ഒന്നും വേണ്ട, മരുന്ന് തുടർന്ന് പോയാൽ മതി എന്ന് പറഞ്ഞു. ഓക്കെ, ശരി. നമുക്കിപ്പോ തൽക്കാലം ഒന്ന് കട്ട് ചെയ്യാം. എന്നിട്ട് വേണമെങ്കിൽ ഇൻ ഫ്യൂച്ചറിൽ സെക്കൻഡ് സെഷൻ ആയിട്ട് വേണമെങ്കിൽ നമുക്ക് വീണ്ടും തിരിച്ചു വരാം. അപ്പൊ താങ്ക്സ് ഫോർ യുവർ ടൈം കിഷോർജി. സ്റ്റേ ഇൻ ടച്ച്. ഓക്കെ, താങ്ക് യു ഫോർ ഓൾ. താങ്ക് യു. നിങ്ങളും കുടുംബത്തിനും സർവ്വ ഐശ്വര്യങ്ങളും വരാൻ ഞാൻ പ്രാർത്ഥിക്കും കേട്ടോ. താങ്ക് യു വെരി മച്ച്. താങ്ക് യു. ശരി.